വറുത്തരച്ച് വെക്കുന്ന കോഴിക്കറിയുടെ രുചിയെപ്പോലും വെല്ലുന്ന ഒരു ഇടിച്ചക്ക കറിയാണ് കേട്ടോ ഇന്ന്. അടിഗംഭീരമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് പകരം വെക്കാനൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇടിച്ചക്കക്കാലമായതുകൊണ്ട് തന്നെ അതിഗംഭീരമായിട്ടുള്ള രുചി എല്ലാവരും ട്രൈ ചെയ്യണം. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹത്തോടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇത് നമ്മളെ വീട്ടിലുണ്ടായിട്ടുള്ള ചക്കയല്ല കേട്ടോ, നമ്മളുടെ ഒരു റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ നിന്ന് നമ്മൾ കൊണ്ടുവന്നതാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ ചക്ക ആയി വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് കണ്ടില്ലേ, നിറയെ ഇതുണ്ടോ. എന്താ പറയുക, വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കുന്നു പഴമൊഴിയില്ലേ, അത് എന്നെ പോലും അർത്ഥപൂർണ്ണമാക്കുന്ന ഒരു പ്ലാവ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. നോക്കി എൻ്റെ ചക്ക എവിടെയാണ് ഉണ്ടായിട്ടുള്ളത്, ഇതിൻ്റെ വേരിൽ പോലും കായ്ച്ചിട്ടുണ്ട് കേട്ടോ. നിറയെ ചക്കയുണ്ട്. അത്യാവശ്യം ഒന്ന് ഇടിച്ചക്ക പ്രായം ആയതുണ്ട്. പിന്നെ എല്ലാം ഇത് കണ്ടോ, കൊലകൊലയായിട്ട് നല്ല മധുരമുള്ള തേൻവരിക്കയാണ് കേട്ടോ ഇത് ഞാൻ പാകമാകുമ്പോഴത്തേക്കും നമ്മൾ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കാം കേട്ടോ. നല്ല മധുരമുള്ള ചക്കയാണ് ഇത്. നിറഞ്ഞ കായ ഉണ്ടാവും കേട്ടോ. നന്നായിട്ട് തന്നെ ഉണ്ടായിട്ടുണ്ട് ഈ വർഷം. അപ്പോൾ നമുക്ക് ഇതിന്നൊരു ഇടിച്ചക്ക നമുക്ക് പറിച്ചിട്ട് പോകണം. എന്നിട്ട് അത് ഉപയോഗിച്ചിട്ടാണ് നമ്മളിന്ന് കറി വയ്ക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അതുണ്ട്, അത് അത്യാവശ്യം വലിയ ചക്കയായിട്ടുണ്ട്. ഇതൊരു 2 മാസമൊക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്കത് പഴുത്ത് കിട്ടും കേട്ടോ. അത്യാവശ്യം വലുപ്പമായിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളൊരു ചക്ക പറിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മളത് എങ്ങനെയാണ് ഞങ്ങൾ കട്ട് ചെയ്യുന്നതെന്ന് ആദ്യം കാണിക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇടിച്ചക്കേൻ്റെ സീസണാണ്. അപ്പോൾ എല്ലായിടത്തും തന്നെ ഉണ്ടായിട്ടുണ്ടാവും ഇടിച്ചക്ക. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് വെച്ച് നോക്കണം കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള രുചിയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള രുചികളൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. അതേ ഞാനിപ്പോൾ ചക്ക മുറിച്ചു. അപ്പോൾ നമുക്ക് ചെറിയൊരു പീസ് ചക്ക മതി. അതുകൊണ്ട് തന്നെ ഞാൻ വട്ടത്തിലാദ്യം മുറിച്ചോ പലകയിൽ വെച്ചിട്ട് ഇതുപോലെ വട്ടത്തിൽ മുറിച്ചിട്ട് ഇതിൻ്റെ ഈ ഒരു കറയുണ്ടല്ലോ, ആ കറയൊക്കെ ഒരു കടലാസിലേക്ക് ഉപ്പിയിട്ട് ഇതുപോലെ എരിഞ്ഞ്. അപ്പോൾ ഞാൻ മൊത്തം ചക്ക മുറിച്ചെടുത്തിട്ട് പകുതി ഞാൻ മാറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് മൊത്തം ഞാൻ തോലൊക്കെ ചെത്തി ഈ ഒരു വലിപ്പത്തിലാണ് ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഒരുപാട് നേരം ചക്ക ചെത്തിയിട്ട് എടുത്ത് വെക്കരുത്, കാരണം അതിനൊരു കയ്പ്പ് രസം വരും കേട്ടോ. അതുകൊണ്ടാണ് കളറ് മാറിയിട്ട്. അപ്പോൾ ഇത് മൊത്തം ചക്ക നമ്മളിതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത്രയും രുചികരമായിട്ടുള്ള ഒരു തോരൻ അല്ലെങ്കിൽ കറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളി. ഇടിച്ചക്കേൻ്റെ തോരൻ്റെ വീഡിയോയും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് നോക്കണേ. അതുകൊണ്ട് ഈ ഒരു വലിപ്പത്തിലാണ് നമ്മളിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മുറിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ തോലൊക്കെ കളഞ്ഞ് അതിൻ്റെ ഒരു നടുക്കുള്ളൊരു കൂനുണ്ട്, ആ കൂനും കൂടി കളഞ്ഞിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ചക്ക കഴുകി ഇത്രയും ഭാഗം നമ്മൾ കറി വെക്കാൻ എടുക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ അതിലേക്ക് പുളിക്ക് വേണ്ടിയിട്ട് ഞാൻ നല്ല പഴുത്ത 2 തക്കാളിയും ഒരു 4-5 പച്ചമുളകും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഇടിച്ചക്കേൻ്റെ പീസുകൾ നമ്മളൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. കുക്കറിലിട്ട് ഒറ്റ വിസിൽ മാത്രം അടുപ്പിച്ചാൽ മതി കേട്ടോ. അതിൽ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ഞാനൊരു 4 പച്ചമുളക് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് നമുക്ക് വേണ്ടത് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. ഈ ഒരു ചക്കേനെ അതിഗംഭീരമാക്കുന്ന ഒരു രുചിക്കൂട്ട് ഇതിൻ്റെ ഒരു വറവാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ വഴിയെ പറയാം. അപ്പോൾ ഇത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന തക്കാളിയാണ് പുളിക്ക് വേണ്ടിയിട്ട്. ഈ തക്കാളീൻ്റെ രുചി ഈ ഒരു കറിക്ക് വേറെ പുളിയൊന്നും നമ്മൾ ചേർക്കുന്നില്ല. അതുകൊണ്ട് തന്നെ തക്കാളി എന്തായാലും നിർബന്ധമായിട്ട് സ്കിപ്പ് ചെയ്യാതെ ഇട്ട് കൊടുക്കണം കേട്ടോ. അതാണ് പ്രത്യേകമായിട്ട് ഇതിനെ രുചി കൂടാനുള്ള മറ്റൊരു ഇൻഗ്രീഡിയൻസ്. നമ്മൾ 2 തക്കാളി തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒറ്റ വിസിലടിച്ചാൽ മതി. ഇടിച്ചക്കയ്ക്ക് അധികം വേവൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ കുക്കറിൽ തന്നെ ഒറ്റ വിസിലൊന്ന് അടുപ്പിച്ചെടുക്കുവാണ് കേട്ടോ. പിന്നെ അതിലേക്ക് കറിവേപ്പില ആവശ്യത്തിന് കൂടുതൽ ഇഷ്ടംപോലെ വീട്ടിലുള്ളവരാണെങ്കിൽ 2 പിടുത്തം കറിവേപ്പിലേക്ക് ഇട്ട് കൊടുത്തോളൂ. അതൊക്കെ അതിൻ്റെ രുചി കൂട്ടുക മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് അധികം തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കാനില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഒരു പിടി കറിവേപ്പില, അതായത് ഒരു 2 തണ്ട് കറിവേപ്പിലയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് 1 ഗ്ലാസ് വെള്ളവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്ര മതിയാവും. ഒറ്റ വിസിലല്ലേ അടിക്കേണ്ടുള്ളൂ. അപ്പോൾ അത് നമ്മൾ കുക്കറിലിട്ട് കൊടുത്ത് നോക്കി എന്തോരം കളർഫുള്ളാണ്. ഇതൊറ്റ വട്ടം നമ്മൾ തയ്യാറാക്കി നോക്കിയിട്ടുണ്ട്. നമ്മൾ ഇതേ രീതിയിൽ തന്നെ ചക്കയാവാൻ വേണ്ടി സമ്മതിക്കില്ല. നമ്മൾ ഇടിച്ചക്ക തന്നെ മൊത്തം പറിച്ച് തീർക്കും. അത്രയും അടിപൊളിയായിട്ടുള്ള രുചിയാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് കുക്കറൊന്ന് അടച്ച് വെച്ചെടുക്കാം. എല്ലാം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുക്കർ അടച്ച് വെച്ചിട്ട് ഞാനതൊന്ന് വേവിക്കാൻ വെക്കട്ടെ. അതിലേക്കുള്ള തേങ്ങേൻ്റെ കൂട്ടെടുക്കാം. ഞാനിപ്പോൾ അരമുറി തേങ്ങ, 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, കാരണം മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ അളവിൽ നമ്മൾ ചക്ക വേവിച്ചപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഒരു 4 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 ചെറിയുള്ളിയും കൂടി നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു വലിയ ചെറിയുള്ളിയാണ്ട് കട്ട് ചെയ്തെടുത്താണ്. അപ്പോൾ ചെറിയുള്ളി ഒരു 3-4 എണ്ണം എടുത്തോളൂ. അതുപോലെ തന്നെ വെളുത്തുള്ളി. പിന്നെ ഒരു 1/4 ടീസ്പൂണിലും കുറവ് ചെറിയ ജീരകം, അതായത് ക്യുമിൻ സീഡ്
പിന്നെ ഈ ഒരു വറക്കുന്ന തേങ്ങയിലേക്ക് നമ്മളൊരു 2 പച്ചമുളക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം അതിനൊരു പ്രത്യേകമായിട്ടുള്ള രുചി അധികം ആവുന്നത് കൊണ്ടാണ് ഈ ഒരു വറക്കുന്ന തേങ്ങയിലും കൂടി നമ്മൾ 2 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെച്ചപ്പോഴത്തേക്കും ഇത് കണ്ടോ, നമ്മളെ ചക്ക നന്നായിട്ട് വെന്തു. ഒറ്റ വിസിലടിച്ചപ്പോഴത്തേക്കും ചക്കയൊക്കെ നന്നായിട്ട് വെന്തു. അപ്പോൾ ഈ മൂക്കാത്ത ചക്ക ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. ഇത് കണ്ടോ, നാളെ ചട്ടിയിലേക്ക് പകർത്തി കൊടുക്കുക. ഇതിങ്ങനെ തന്നെ ഈ ഒരു ചക്ക എടുത്ത് കഴിക്കാനായിട്ട് അതിൻ്റെ ഒരു രുചി എന്ന് പറഞ്ഞാൽ അത് കഴിച്ചവർക്ക് അറിയുന്നുണ്ടാവും. അതിഗംഭീരമായിട്ടുള്ള രുചിയാണ് കേട്ടോ. ഈ ഒരു ഇടിച്ചക്ക കാലാവൻ കാത്തിരിക്കുക എന്ന് പറയില്ലേ, അതുപോലെയാണ്. നമുക്കിവിടെ പ്ലാവില്ല, ഉണ്ട്, ഒറ്റ പ്ലാവേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിൽ ഏറ്റവും മുകൾ വശത്തായിട്ട് 2, 3, 4 ചക്ക ഈ വർഷം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ പറിക്കാനായിട്ട് കിട്ടില്ല നമുക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബന്ധു വീടുകളിലൊക്കെ ഉണ്ട്, പിന്നെ അടുത്ത വീടുകളിലൊക്കെ ഉണ്ട്. അപ്പോൾ ഉണ്ടെങ്കിൽ എവിടെ നിന്നെങ്കിലൊക്കെ നമ്മളൊക്കെ പറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നോക്കി, ഈ കളർഫുള്ളായ പോലെ തന്നെ ഇങ്ങനെ തന്നെ അതിൻ്റെ പീസ് എടുത്ത് കഴിക്കാനായിട്ടുള്ള രുചി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഗംഭീര രുചിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അറിയുണ്ടാവും. അപ്പോൾ അതേ കാണാനുള്ള കളർഫുൾനെസ് പോലെ തന്നെ ഭംഗിയുണ്ട്. അപ്പോൾ അത് വേവിച്ച് ചട്ടിയിലേക്ക് ആക്കിയിട്ട് നമ്മൾ അടച്ചു വെച്ചു കേട്ടോ. ഇനി അടുത്ത് നമുക്ക് തേങ്ങേൻ്റെ വറവ് കൂട്ടൊന്ന് റെഡിയാക്കാം. ഈ കൂട്ടിലാണ് ഈ ഒരു കറീൻ്റെ രുചി ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതേ വെളിച്ചെണ്ണ 1 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ട്, അതായത് അരമുറി തേങ്ങ, ഒരു 4 വെളുത്തുള്ളി, 4 ചെറിയുള്ളി, 2 പച്ചമുളക്, ഒരു 1/4 ടീസ്പൂണിലും കുറവ് ചെറിയ ജീരകം, ഇത്രയും ഇൻഗ്രീഡിയൻസാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കണം കേട്ടോ. ഒരു പിടുത്തം കറിവേപ്പില ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം കറിവേപ്പില വീട്ടിലുള്ളവരാണെങ്കിൽ അതിനനുസരിച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ഒരു പിടി കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കറിവേപ്പിലയൊക്കെ ഈ കറിക്ക് കൊടുക്കുന്ന രുചി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ നമ്മുടെ ഈ പരിസരം മൊത്തം നല്ല മണമാണ് കേട്ടോ. ഇന്ന് നമുക്ക് കറണ്ട് പണി തന്നൊരു ദിവസമാണ് കേട്ടോ. ഇന്നിപ്പോൾ രാവിലെ നമ്മൾ അറിഞ്ഞില്ല, പെട്ടെന്ന് തന്നെ KCBൻ്റെ എന്തോ ലൈൻ വർക്ക് ഉള്ളതുകൊണ്ട് അവർ കറണ്ട് ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ കറണ്ട് വൈകുന്നേരമേ വരുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതിപ്പോൾ നമുക്ക് അമ്മിക്കല്ലിൽ തന്നെ വെച്ചിട്ട് അരച്ചെടുക്കുകയും വേണം കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ പണ്ട് കാലത്ത് കഴിക്കുന്ന നമുക്ക് അതേ രുചിയിൽ കിട്ടാനായിരിക്കണം ഇന്നത്തെ നിമിത്തം തോന്നുന്നത്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു നമ്മൾ കറണ്ട് പോകണത് അറിഞ്ഞിട്ടില്ല. അപ്പോൾ എന്തായാലും നമുക്ക് അതും കൂടി ഒന്ന് അമ്മിക്കല്ലിൽ വെച്ചിട്ട്, നമ്മൾ വല്ലപ്പോഴും ചതക്കുകയൊക്കെ ചെയ്യുന്നത്, അങ്ങനെ അരച്ചെടുക്കൽ സാധാരണ ചെയ്യാറില്ല, മിക്സിയിലാണ് ചെയ്യുന്നത്. സാരില്ല, എന്നാലും നമുക്ക് കല്ലിലൊന്ന് ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ അതേ അത്യാവശ്യം തേങ്ങയൊന്നും വിറകടുപ്പിൽ വെച്ചിട്ടാണ് ഞാൻ അകത്ത് വെളിച്ചത്തിൻ്റെ ഒരു പരിമിതി ഉള്ളതുകൊണ്ട് ഞാൻ വിറകടുപ്പിൽ വെച്ച് പുറത്താണ് തേങ്ങ വറുക്കൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതുണ്ടോ, അത്യാവശ്യം കത്തുന്ന ഒരു കമ്പ് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്കത് മതി. കാരണം നമുക്ക് ഗ്യാസ് അടുപ്പിൽ വില കുറച്ച് വെക്കാൻ പറ്റില്ലല്ലോ തീ, അതുകൊണ്ട് തന്നെ ഒരു ഒറ്റ കമ്പേ വെച്ച് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. എന്നാലും തന്നെ വേഗം ആവുന്നുണ്ട്, അത്യാവശ്യം നല്ല ചൂടുണ്ട്. ഇതുണ്ട്, തേങ്ങ ഇങ്ങനെ മൂത്ത് വരുന്നുണ്ട്, കരിഞ്ഞൊന്നും പോകരുത് കേട്ടോ. അത്യാവശ്യം തേങ്ങ മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് 2 ഇൻഗ്രീഡിയൻസും കൂടി നമ്മൾ ചേർക്കണം. അത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും ആണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മൾ പച്ചമുളക് ഓൾറെഡി ചേർത്ത് കൊടുത്തതുകൊണ്ട് തന്നെ 1/2 ടീസ്പൂൺ അളവിൽ മതി മുളക് പൊടി. പിന്നെ ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ടൈമിൽ മുളക് പൊടി ഇല്ലാത്തവരാണെങ്കിൽ നമ്മൾ ഉണക്കമുളക് ഉണ്ടല്ലോ, അത് ഈ ഒരു തേങ്ങ വറക്കുമ്പോൾ അതിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ നമ്മൾ മുളകിൻ്റെ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. രണ്ടും ഒരു 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും ഒരു 1/4 ടീസ്പൂൺ അളവിൽ പിന്നെ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ആ പൊടികളും കൂടി ഒന്നുകൂടി മൂത്ത് വരട്ടെ. ഇപ്പം അത്യാവശ്യം മൂത്തിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ല മണം എന്ന് വെച്ചാൽ നല്ല അടിപൊളി മണമാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ കൊണ്ട് തന്നെയാണ് ഈ കറിക്ക് ഇത്രയും ടേസ്റ്റ്, അതിഗംഭീരമായിട്ടുള്ളൊരു ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ അത് കാണിക്കാൻ വേണ്ടി വിട്ടുപോയതാണ്, ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു ഗരം മസാലേൻ്റെ രുചിയാണ് ഈ കറിക്ക്, കോഴിക്കറീൻ്റെ രുചി എന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് വളരെ കറക്റ്റാണ് കേട്ടോ. പിന്നെ ഈ ഇടിച്ചക്കയിലേക്ക് ഈ ഒരു തക്കാളി നമ്മളുടെ ഈ ഒരു നന്നായി വറുത്തിട്ട് വെള്ളം കൂട്ടാതെ ഓരോ തുള്ളി വെള്ളം ചേർത്തിട്ടാണ് ഞാൻ അമ്മിക്കല്ലിലിട്ടിട്ട് ഇത് അരച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത ഈ കറിയിൽ, അതിൻ്റെ രുചി, ആ ഒരു മണം ഇതിൽ കറിയിൽ മൊത്തം സ്ഥലത്ത് നമുക്ക് പിന്നെ ഇത് കഴിക്കുമ്പോൾ അറിയാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ അതേ നമ്മൾ അടുപ്പത്ത് വെച്ച് കൊടുക്കുകയാണ് നമ്മളുടെ ഈ ഒരു ഇടിച്ചക്കേൻ്റെ ചട്ടിയിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നല്ലോ, വെന്തതാണ്. അപ്പോൾ അതിൽ കുറച്ച് വെള്ളമുണ്ട്, അത് കുറച്ച് വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ, നമുക്ക് അരവ് ചേർത്ത് കൊടുക്കാനുള്ളതാണ് അരപ്പ്. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് അരവ് ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും
പിന്നെ അതൊന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. ആ ഒരു ടൈം കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ അമ്മിക്കല്ല് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ടി അമ്മിക്കല്ലിലേക്ക് ഇട്ടിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ എനിക്കൊരു കയ്യിൽ ഫോൺ സ്റ്റാൻഡ് ഒന്നുമില്ല, എൻ്റെ കയ്യിൽ തന്നെ മൊബൈൽ പിടിച്ച് ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് എനിക്കിത് നിങ്ങൾക്ക് അരയ്ക്കുന്ന കാണിച്ചു തരാനായിട്ട് പറ്റില്ല. പിന്നെ വീഡിയോ എടുത്ത് തരാൻ ഇവിടെ പിള്ളേരൊക്കെ സ്കൂളിൽ പോയതുകൊണ്ട് ആരും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് നിങ്ങളെ കാണിക്കാനായിട്ട് പറ്റില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനിതൊന്ന് വൃത്തിയായിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കട്ടെ കേട്ടോ. അതുകൊണ്ട് ഒരു കൈ കൊണ്ട് ഞാനിങ്ങനെ, അപ്പോൾ പൂർണ്ണമായിട്ട് എനിക്കത് കാണിക്കാനായിട്ട് പറ്റില്ല കേട്ടോ. അതേ ഞാൻ മൊത്തം തേങ്ങയും അധികം വെള്ളമൊന്നും ചേർക്കാതെ ഇങ്ങനെ തേങ്ങ വറുത്ത് എടുക്കുന്നതിൻ്റെ ഒരു പ്രത്യേക രുചിയാണ് അത് ചേർത്ത് വെക്കുന്ന കറികൾക്ക് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു തേങ്ങയിലുള്ള വറുത്തെടുക്കുമ്പോൾ അതിൽ നന്നായിട്ട് തന്നെ ഇങ്ങനെ കല്ലിലിട്ട് അരയ്ക്കുമ്പോൾ നന്നായിട്ട് ആ എണ്ണ നമ്മൾ ഈ ചേർത്ത് കൊടുക്കുന്ന കറിക്ക് എണ്ണ നന്നായിട്ട് ഇങ്ങനെ മേളിൽ ഇങ്ങനെ സ്പ്രെഡായി വരുന്നുണ്ട്. അത് ഞാനിത് ചേർത്ത് കഴിയുമ്പോൾ തന്നെ കാണിക്കാം കേട്ടോ. അപ്പോൾ അതേ നമ്മൾ അരച്ചത്. ഇനി ഇതിലേക്ക് നമ്മൾ പച്ചവെള്ളം ചേർക്കരുത്. പിന്നെ പുളി ആവശ്യത്തിന് 2 തക്കാളി നമ്മൾ ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് പുളിയും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതേ നല്ല കുറുകിയ പോലുള്ളൊരു പരുവത്തിലാണ് ഈ ഒരു കറി ഉള്ളത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് തിളച്ച വെള്ളം കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് കറക്റ്റ് പരുവായിട്ട് ഈ കറി വരുന്നത്. നന്നായിട്ട് തിളച്ച വെള്ളം, ഈ ഒരു ടൈമിൽ പച്ചവെള്ളം ചേർത്ത് കൊടുത്താൽ നമ്മൾ മുഴുവനായിട്ടുള്ള കറീൻ്റെ രുചി അവിടെ പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും അത് ചെയ്യരുത്. നല്ല തിളച്ച വെള്ളം തന്നെ ചേർത്ത് കൊടുത്തോളൂ ആവശ്യത്തിന് കേട്ടോ. അപ്പോൾ ഞാൻ ഒരുപാട് ചാറോട് കൂടിയല്ല ഒരു കറിയല്ല ഇത് വെക്കുന്നത്, നല്ല കുറുകിയ ചാറോട് കൂടിയുള്ളൊരു കറിയാണ്. ഇപ്പോൾ തന്നെ നല്ല അടിപൊളി ഗംഭീരമായിട്ടുള്ള മണമാണ് കേട്ടോ. അപ്പോൾ ഇടിച്ചക്കൻ്റെ സീസണിൽ എല്ലാവരും തന്നെ ട്രൈ ചെയ്യണം. നിങ്ങളുടെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ അയച്ച് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ നമുക്ക് ഹൈപ്പ് തരാനും ലൈക്ക് തരാനും ഒന്നും മറക്കല്ലേ. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ പ്ലീസ് ഞങ്ങളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് കൂടെ കൂട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള റെസിപ്പികളൊക്കെ നിങ്ങൾക്ക് ഇനി നോട്ടിഫിക്കേഷൻ എത്താൻ വേണ്ടിയിട്ട് ഓൾ സബ്സ്ക്രൈബിൻ ബട്ടൻ്റെ തൊട്ടപ്പുറത്തുള്ള ഓൾ ഓപ്ഷനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അപ്പോൾ ഇതേ അപ്പോഴത്തേക്കും നമ്മുടെ കറിയിൽ നല്ല തിള വരുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, അധികം വെള്ളം കൂട്ടാതെ നമ്മൾ അമ്മിക്കല്ലിലിട്ട് അരച്ചെടുത്തുകൊണ്ട് തന്നെ നന്നായിട്ട് ആ കറീൻ്റെ മുകളിൽ ഇങ്ങനെ വെളിച്ചെണ്ണ തെളിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ വറുത്തരച്ച മസാലയുടെയൊക്കെ പ്രത്യേകമായിട്ടുള്ള നല്ല മണം, കോഴിക്കറിയെ പോലും വെല്ലുന്ന കറിയെന്ന് ഞാൻ പറയാനുള്ള കാരണം തന്നെ അതാണ്. കാരണം ഈ ഒരു തേങ്ങയുടെ അരപ്പും കൂടി ചേർക്കുമ്പോഴത്തേക്കും നല്ല കളർ ഇതുണ്ട്. ഇതിങ്ങനെ കുറച്ച് നേരം ചെറിയ തീയിലിരുന്നിട്ട് ഇങ്ങനെ തിളച്ച് വരണം കേട്ടോ. അപ്പോൾ ആ തിളയ്ക്കും തോറും എന്താ പറയുക, ഇതിൻ്റെ എണ്ണ ഇങ്ങനെ മേളിൽ, നമ്മൾ പ്രത്യേകിച്ച് വേറെ എണ്ണയൊന്നും ഇതിൽ ചേർത്തിട്ടില്ല, തേങ്ങ വറക്കാൻ ഉപയോഗിച്ച എണ്ണ മാത്രമേ ഉള്ളൂ, പിന്നെ ആ തേങ്ങയിലുള്ള എണ്ണ. അപ്പോൾ അതെല്ലാം ഇങ്ങനെ കറീൻ്റെ മേളിൽ ഇങ്ങനെ സ്പ്രെഡായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. നല്ല മണമാണ്. ഞാനൊരു പിടി കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് താളിക്കുകയോ അങ്ങനെ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല, ഇത്ര തന്നെ മതി. ഇതുണ്ട് എണ്ണയൊക്കെ മുകളിലിങ്ങനെ തെളിഞ്ഞ് നല്ല അടിപൊളിയായിട്ടുള്ള എന്താ പറയുക, നാവിലിങ്ങനെ നമുക്ക് കൊതി പടരുന്നൊരു മണമാണ് കേട്ടോ. ഈ പ്രദേശം മൊത്തം ഈ ഒരു കറീൻ്റെ മണം സ്പ്രെഡ് ആവുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിഷ്ടം പോലെ ധാരാളം ഇടിച്ചൊക്കെ കിട്ടുന്ന ടൈമാണല്ലോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് രൂപത്തിൽ കമൻറ്റ് അറിയിക്കണം കേട്ടോ. അപ്പോൾ നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു. പിന്നെ എന്താ പറയുക, എല്ലാവരുടെ ജീവിതത്തിലും നല്ല നന്മയുണ്ടാവട്ടെ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇത് കണ്ട അത്യാവശ്യം ഒന്ന് തിളച്ച് ഒരുപാട് തീയിട്ടങ്ങ് കത്തിച്ച് ഇളക്കി പൊടിക്കരുത്. കുറച്ച് ഇടിച്ചൊക്കെയൊക്കെ ഒന്ന് പൊട്ടിപ്പിക്കോട്ടെ, എന്നാലും കുഴപ്പമില്ല. എന്നാലും കഷ്ണങ്ങൾ ഉണ്ടാവണം. ആ കഷ്ണങ്ങൾക്ക് പോലും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു കറി നമുക്ക് 2 ദിവസം വരെ വെച്ചിരുന്ന് കൂട്ടാം. കാരണം നമ്മളധികം വെള്ളമൊന്നും ചേർക്കാതെയാണ് നമ്മൾ ഈ ഒരു എന്താ പറയുക അരപ്പൊക്കെ അരച്ച് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ എന്താ പറയുക നല്ല കോഴിക്കറിയുടെ ടേസ്റ്റുള്ള ഇടിച്ചക്കറി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് കമൻറ്റ് രൂപത്തിൽ ഫീഡ്ബാക്ക് അറിയിക്കണം. എല്ലാവർക്കും നല്ലൊരു ദിവസമാവട്ടെ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി ഇടിച്ചക്കേൻ്റെ നല്ല പ്രത്യേക സ്പെഷ്യലായിട്ടുള്ള ഇടിച്ചക്ക തോരനായിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരാം. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് സ്നേഹം. താങ്ക് യു ഫോർ വാച്ചിങ്.